വെൽക്കം ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം എന്ന യൂണിറ്റിലെ പോർട്ട്ഫോളിയോ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ അതിൽ നോക്കാൻ പോകുന്നത് എന്താണ് പോർട്ട്ഫോളിയോസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പോർട്ട്ഫോളിയോസ്. പോർട്ട്ഫോളിയോ ഈസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് കവറിങ് ആൻ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഓഫ് ടൈം. അതായത് എന്താണ് പോർട്ട്ഫോളിയോ? അതായത് കുട്ടികളുടെ വർക്ക്സിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് കളക്ഷൻ അല്ലേ. അതായത് ദ വർക്ക് കവറിങ് ആൻ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഓഫ് ടൈം. ഒരു അക്കാദമിക് ഇയർ അല്ലെങ്കിൽ ഒരു ടൈം ഡ്യൂറേഷനിൽ കുട്ടികൾ ചെയ്യുന്ന വർക്ക്സിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പോർട്ട്ഫോളിയോസ് എന്ന് പറയുക അല്ലേ. നോക്കാം ഇനി. പോർട്ട്ഫോളിയോസ് ക്യാൻ ഇൻക്ലൂഡ് വർക്ക്സ് ഇൻ പ്രോഗ്രസ്, എ സ്റ്റുഡൻസ് ബെസ്റ്റ് വർക്ക് ഓർ വർക്ക് ഓഫ് വിച്ച് ദ സ്റ്റുഡൻറ് ഈസ് മോസ്റ്റ് പ്രൗഡ്. ഒരു പോർട്ട്ഫോളിയോ എന്തായിരിക്കണം? ഒരു കുട്ടിയുടെ ബെസ്റ്റ് വർക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ പ്രോഗ്രസ്, അത് കാണത്തക്ക വിധത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്ക്സ് എന്തിലുണ്ടായിരിക്കണം? പോർട്ട്ഫോളിയോസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പോർട്ട്ഫോളിയോ? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് കവറിങ് ആൻ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഓഫ് ടൈം. ഓക്കെ. ഇനി ദ മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ പോർട്ട്ഫോളിയോസ് ആർ. ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പോർട്ട്ഫോളിയോസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നോക്കാം. നോട്ട്സ് ഓർ ഡ്രോയിങ്, അതുപോലെ തന്നെ എക്സ്ട്രാക്ട് ഫ്രം ഡയറീസ്, ജേർണൽസ്, ലബോറട്ടറി ഓർ പ്രൊജക്റ്റ് റിപ്പോർട്ട്സ്, ചാർട്ട്, പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ മാപ്സ്, ഡയഗ്രാംസ്, ഡിസൈൻസ്, പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ കംപ്ലീറ്റഡ് അസൈൻമെൻറ്റ്സ്. അപ്പോൾ ഒരു കുട്ടി അവരുടെ നോട്ട്സ്, ആ കുട്ടി എഴുതിയ നോട്ട്സ് ആവാം, അല്ലെങ്കിൽ ആ കുട്ടി വരച്ചിട്ടുള്ള ചിത്രങ്ങൾ, പെയിൻറ്റിങ്സ്, അവരുടെ കംപ്ലീറ്റഡ് അസൈൻമെൻറ്റ്സ്, പ്രൊജക്റ്റ് റിപ്പോർട്ട്, അല്ലെങ്കിൽ കുട്ടികൾ എഴുതിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ആവാം, അല്ലെങ്കിൽ പോയംസ് ആവാം. അത്തരത്തിലുള്ള മെറ്റീരിയൽസാണ് എന്തിലുള്ളത്? പോർട്ട്ഫോളിയോസിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ. നമ്മൾ മെയിനായിട്ട് 5 തരത്തിൽ പോർട്ട്ഫോളിയോസ് ഉണ്ട്. എന്തൊക്കെയാണ് നോക്കാം. വർക്കിംഗ് പോർട്ട്ഫോളിയോസ്. സെക്കൻഡ് വൺ ഷോക്കേസ്, ഡിസ്പ്ലേ ഓർ ബെസ്റ്റ് വർക്ക് പോർട്ട്ഫോളിയോ. തേർഡ് വൺ ഇവാലുവേഷൻ പോർട്ട്ഫോളിയോസ്. ആൻഡ് ഫോർത്ത് വൺ റെപ്രസെൻറ്റേറ്റീവ് പോർട്ട്ഫോളിയോസ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഗ്രോത്ത് ഓർ ലേണിംഗ് പ്രോഗ്രസ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പോർട്ട്ഫോളിയോ എന്താണ്? വർക്കിംഗ് പോർട്ട്ഫോളിയോ. എന്താണ് വർക്കിംഗ് പോർട്ട്ഫോളിയോ? ഇറ്റ് ഈസ് നോൺ ആസ് ഡോക്യുമെൻറ്റേഷൻ പോർട്ട്ഫോളിയോ. അതുപോലെ തന്നെ എന്താണ്? പ്ലാൻഡ് കമ്പൈലേഷൻ ഓഫ് വർക്ക് ഡൺ ബൈ സ്റ്റുഡൻറ്റ്സ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് പോർട്ട്ഫോളിയോനെ പറയുന്ന മറ്റൊരു പേരാണ് ഡോക്യുമെൻറ്റേഷൻ പോർട്ട്ഫോളിയോ. അതുപോലെ തന്നെ ഒരു കുട്ടി ചെയ്യുന്ന വർക്കുകളെല്ലാം കമ്പൈൽ ചെയ്ത് വെക്കുന്ന ഒരു പ്ലാൻഡ് കമ്പൈലേഷനാണ് എന്ത്? വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പിന്നെന്താണ്? യൂസ്ഡ് ഡയഗ്നോസിസ്. ഇപ്പോൾ ഒരു കുട്ടി പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് ഇവാലുവേറ്റ് ചെയ്യണം, വേണ്ടേ? അതുപോലെ തന്നെ അസസ്മെൻറ്റ് നടത്തണം. അപ്പോൾ അത്തരത്തിൽ ഒരു ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഈ ഒരു വർക്കിംഗ് പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുന്നു. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു ട്രേസ് ദ സ്റ്റുഡൻസ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് കുട്ടികളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടി, അത് ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? വർക്കിംഗ് പോർട്ട്ഫോളിയോ യൂസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ്? ഷോക്കേസ് ഓർ ഡിസ്പ്ലേ ഓർ ബെസ്റ്റ് വർക്ക് പോർട്ട്ഫോളിയോ. അപ്പോൾ അത് ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് ആ പോർട്ട്ഫോളിയോ എന്ന് പറയണത്? ഷോക്കേസ്. അതായത് നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ഷോക്കേസ് ഉണ്ടാക്കും ഇല്ലേ? നമ്മൾ ആ ഷോക്കേസിൽ എന്തൊക്കെ വെക്കുക? നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കളായിരിക്കും ആ ഒരു ഷോക്കേസിൽ വെക്കുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പോർട്ട്ഫോളിയോ. ഇനി അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് മാസ്റ്ററി ഓഫ് ലേണിംഗ് സ്കിൽസ് ആൻഡ് കൺസെപ്റ്റ്. അതായത് കുട്ടികളുടെ ലേണിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ അവരുടെ കൺസെപ്റ്റ് അവർക്ക് എത്രത്തോളം അറിയാം എന്നെല്ലാം നമ്മൾ ഇതിലൂടെ അസസ് ചെയ്യുന്നു. പിന്നെന്താണ്? highlights
ബെസ്റ്റ് പ്രൊഡക്ട്സ്, അതായത് കുട്ടികളുടെ ബെസ്റ്റ് പ്രൊഡക്ട്സിനെ എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്, ഡിസ്പ്ലേസ് ബെസ്റ്റ് വർക്ക് ഓഫ് എ സ്റ്റുഡൻറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ പേരെന്താ, ഷോക്കേസ് ഓർ ഡിസ്പ്ലേ ഓർ ബെസ്റ്റ് വർക്ക് പോർട്ട്ഫോളിയോ. അതായത് ആ ഒരു കുട്ടി ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് വർക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ബെസ്റ്റ് വർക്കിനെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഷോക്കേസ് പോർട്ട്ഫോളിയോ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ വീഡിയോ ടേപ്സ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. അതായത് ഒരു കുട്ടി എക്സ്പെരിമെൻ്റ് നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുകയാണ്. അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കില്ലേ ഉണ്ടാവുക. അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് അതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഷോക്കേസ് പോർട്ട്ഫോളിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഷോക്കേസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓർ ബെസ്റ്റ് വർക്ക് പോർട്ട്ഫോളിയോ. ഇനി നമുക്ക് തേർഡ് വൺ നോക്കാം. എന്താണ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോസ്. എന്താണ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ? അതും ആ വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. നോക്കാം. ടെസ്റ്റ്, എക്സ്പെരിമെൻറ്റ്സ്, ലബോറട്ടറി റെക്കോർഡ്സ്, ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ്, സയൻസ് ക്വിസസ്, ആർട്ടിക്കിൾസ്, പ്രോജക്റ്റ്, അതർ ആർട്ടിഫാക്ട്സ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ അസസ്മെൻറ്റ് പോർട്ട്ഫോളിയോ. അപ്പോൾ എന്തൊക്കെയാണ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോസിൽ അടങ്ങിയിട്ടുള്ളത്? ടെസ്റ്റുകൾ, അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സ്, ലബോറട്ടറി റെക്കോർഡുകൾ, അതുപോലെ തന്നെ സയൻസ് ക്വിസസ്. ഇപ്പോൾ ഒരു സയൻസ് ക്വിസസിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ അത്രയും ബ്രില്യൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് കിട്ടുന്ന സ്കോർസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൽ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോർട്ട്ഫോളിയോനെ പറയുന്ന പേരാണ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നാലാമത്തെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് പോർട്ട്ഫോളിയോസ്. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രതിനിധീകരിക്കുക അല്ലേ. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ബ്രോഡ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഓഫ് ദി സ്റ്റുഡൻസ് വർക്ക്. അതായത് കുട്ടികളുടെ വർക്ക്സിൻ്റെ ഒരു ബ്രോഡ് റെപ്രസെൻറ്റേറ്റീവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റെപ്രസെൻറ്റേറ്റീവ് പോർട്ട്ഫോളിയോസ്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം ലാസ്റ്റ് വൺ, ഗ്രോത്ത് ഓർ ലേണിംഗ് പ്രോഗ്രസ് പോർട്ട്ഫോളിയോസ്. എന്താണത്? ഇറ്റ് ഇൻക്ലൂഡ് സെക്ഷൻസ് ദാറ്റ് ഇല്ലസ്ട്രേറ്റ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ് ഓവർ ദ അക്കാദമിക് പീരീഡ്. അതായത് ഒരു അക്കാദമിക് പീരീഡിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയുടെ പ്രോഗ്രസ്സിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നു. ആ അത്തരത്തിലുള്ള പോർട്ട്ഫോളിയോനാണ് നമ്മൾ എന്ത് പേര് പറയുക, ഗ്രോത്ത് ഓർ ലേണിംഗ് പ്രോഗ്രസ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് ക്ലിയർ ആണല്ലോ. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് അല്ലേ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, പോർട്ട്ഫോളിയോസിൽ എന്തൊക്കെ തരം മെറ്റീരിയൽസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസും നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. എങ്ങനെയാണ് പോർട്ട്ഫോളിയോ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പർപ്പസ്ഫുൾ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ക്രിയേറ്റഡ് ഇൻ റെസ്പോൺസ് ടു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇവാലുവേറ്റഡ് ഇൻ റിലേഷൻ ടു സം ക്രൈറ്റീരിയ. അതായത് കുറച്ച് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് നടത്തുന്നത്. ഇനി നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? പ്രൊമോട്ട് പോസിറ്റീവ് സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻറ്റ്. അതായത് കുട്ടികളുടെ പോസിറ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ്? സ്റ്റുഡൻസ് പ്രോഗ്രസ് ക്യാൻ ബി മെഷേർഡ്. അതായത് കുട്ടികളുടെ പ്രോഗ്രസ് ഓരോ സ്റ്റേജസിലും അവർക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. പിന്നെ എന്താ പറയണത്? ടീച്ചർ ക്യാൻ ഇൻഡിവിജ്വലൈസ് ഫോർ ദ സ്റ്റുഡൻസ്. അതായത് കുട്ടികളേനെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായി ഡയഗ്നോസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നു? ടീച്ചർക്ക് പറ്റുന്നു. ഇറ്റ് ഫെമിലറൈസസ് ആൻ ഇവാലുവേഷൻ ഫോർമാറ്റ് ടു ദ സ്റ്റുഡൻറ്റ്. അതായത് കുട്ടികൾക്ക് ഒരു പുതിയ തരത്തിലുള്ള ഇവാലുവേഷൻ ഫോർമാറ്റ് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നു. പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻവോൾവ് പാരൻസ് ഇൻ ലേണിംഗ്. അതായത് പാരൻസിന് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ലഭിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഗൈഡ് ലൈൻസ് ഫോർ ഡെവലപ്പിംഗ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്.
ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ അവിടെ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസൈഡ് ഓൺ ദി പർപ്പസ് ഓഫ് ദി പോർട്ട്ഫോളിയോ. അതായത് പോർട്ട്ഫോളിയോയുടെ പർപ്പസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. പിന്നെന്താണ്, ഡിസൈഡ് വാട്ട് ടൈപ്പ് ഓഫ് ഐറ്റംസ് പ്ലേസ് ഇൻ ദി പോർട്ട്ഫോളിയോ. ഏത് തരം ഐറ്റംസ് ആണ് പോർട്ട്ഫോളിയോയിൽ യൂസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണം. പിന്നെന്താ വേണ്ടത്, ഡിസൈഡ് ഹു വിൽ സെലക്ട് ദ ഐറ്റംസ് ടു ഇൻക്ലൂഡ് ഇൻ ദി പോർട്ട്ഫോളിയോ. അതായത് പോർട്ട്ഫോളിയോയിലേക്ക് വേണ്ട ഐറ്റംസ് ആരാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണം. അത് ആരൊക്കെ ആവാം, ടീച്ചേഴ്സ് ആവാം, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആവാം. ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഡിസ്കഷനിലൂടെ, അതായത് അവർക്ക് രണ്ടാൾക്കും കൂടി എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ് പ്രൊസീജിയേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് ആൻഡ് സ്കോറിംഗ് പോർട്ട്ഫോളിയോ. ഒരു പോർട്ട്ഫോളിയോ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, വേണ്ടേ? അതുപോലെ തന്നെ അതിന് എന്ത് കൊടുക്കണം, സ്കോറിങ്ങും കൊടുക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരു ഇവാലുവേഷൻ പ്രൊസീജിയറും കൂടി എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്, പ്രൊമോട്ട് സ്റ്റുഡൻസ് ഇൻവോൾവ്മെൻറ്റ്. അതായത് കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ബെനഫിറ്റ്സ് ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ഫോർ സ്റ്റുഡൻസ്. അതായത് കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ബെനഫിറ്റ് ആവുന്നത് നോക്കാം. സെലക്ടിങ് ഐറ്റംസ് ടു ഇൻക്ലൂഡ് ഇൻ ദി പോർട്ട്ഫോളിയോ. അതായത് പോർട്ട്ഫോളിയോയിലേക്ക് വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടിക്ക് ലഭിക്കുന്നു. പിന്നെന്താ പറയണത്, എൻഗേജിങ് ഇൻ കോമ്പറ്റേറ്റീവ് ആക്ടിവിറ്റി. അതായത് കുട്ടികൾക്ക് കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നു. പിന്നെന്താണ്, ബിൽഡിംഗ് സെൽഫ് എസ്റ്റീം. അതായത് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ, അവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ ഒരു ബിൽഡിംഗ് സെൽഫ് എസ്റ്റീം ഇതിലൂടെ കിട്ടുന്നു. പിന്നെന്താണ്, റിഫ്ലക്റ്റിംഗ് ആൻഡ് ജഡ്ജിങ് ദെയർ ഓൺ വർക്ക്സ്. അതായത് കുട്ടികൾ ചെയ്യുന്ന വർക്ക് അവർ സ്വന്തമായിട്ട് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുന്നു. ഹാവിങ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് റിഗാർഡിംഗ് ദെയർ വർക്ക്സ്. അതായത് അവർ ചെയ്യുന്ന വർക്കിന് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അതും കൂടി എന്താണ്, കുട്ടിക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആവുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം ഫോർ ടീച്ചേഴ്സ്. അതായത് ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഈ ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ബെനിഫിറ്റ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കണക്റ്റിംഗ് അസസ്മെൻറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, അസസ്മെൻറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതും ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു മെയിൻ ഇൻറ്റഗ്രൽ പാർട്ടാണ് അല്ലേ? അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ ടീച്ചർക്ക് പറ്റുന്നു. പിന്നെന്താണ്, പ്രൊവൈഡിങ് ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് സ്ട്രെങ്ത് ആൻഡ് ഇൻസ്ട്രക്ഷണൽ നീഡ്സ്. അതായത് കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ നീഡ്സ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത് ഡയഗ്നോസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നു, ടീച്ചർക്ക് പറ്റുന്നു. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് കുട്ടിയിലുണ്ടാവുന്ന ഓരോ സ്റ്റേജസിലും അവർക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അതടങ്ങിയിട്ടുള്ള ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞു കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് ബെനിഫിറ്റ് ആവുന്നതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ടീച്ചേഴ്സിനും എങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഫോർ പാരൻസ്. അതായത് പാരൻസിന് എങ്ങനെയാണ് ഈ ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ബെനിഫിറ്റ് ആവുന്നത് നോക്കാം. വ്യൂവിങ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ഓവർ ടൈം. അതായത് കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രോഗ്രസ് അവർക്ക് എന്ത് ചെയ്യുന്നു, കാണാൻ പറ്റുന്നു അല്ലേ? അപ്പോൾ അവർക്കും എന്താണ്, ഇതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം സ്റ്റെപ്സ് ഇൻ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. എന്തൊക്കെ സ്റ്റെപ്സാണ് പോർട്ട്ഫോളിയോയിൽ ഉള്ളത്, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഉള്ളത് നോക്കാം. മെയിനായിട്ട് 6 സ്റ്റെപ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പോർട്ട്ഫോളിയോ കണ്ടൻറ്റ്. പോർട്ട്ഫോളിയോ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ്. അതായത് എങ്ങനെയാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രൊസീജിയർ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഹോൾഡിംഗ് പോർട്ട്ഫോളിയോ കോൺഫറൻസസ്. അതായത് ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഡിസ്കഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു മീറ്റിംഗ്, അതുപോലെ തന്നെ ഒരു കോൺഫറൻസ് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം.
അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റിംഗ് നടത്തണം. സ്ട്രക്ചറിങ് ഓഫ് പോർട്ട്ഫോളിയോ മെറ്റീരിയൽ, അതായത് ആ പോർട്ട്ഫോളിയോ മെറ്റീരിയലിന് എന്തുണ്ടായിരിക്കണം, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ക്ലിയർ ലേബലിംഗ് ആൻഡ് നമ്പറിംഗ് ഫോർ ഈസി റെഫറൻസ്. നമ്മളൊരു പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിനൊരു ക്ലിയർ ലേബലിംഗ് കൊടുക്കണം, അതുപോലെ തന്നെ നമ്പറിങ്ങും കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ്? ഫസ്റ്റ് വൺ, ക്ലാരിറ്റി ഓഫ് കൺസെപ്റ്റ്, അതായത് ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിരിക്കണം, അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻറ്റേർണലൈസേഷൻ ഓഫ് കൺസെപ്റ്റ്. പിന്നെന്താണ്, അപ്രോപ്രിയേറ്റ് ഡിസൈൻ. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ മെറ്റീരിയൽ എന്തുണ്ടായിരിക്കണം, അപ്രോപ്രിയേറ്റ് ഡിസൈൻ ഉണ്ടായിരിക്കണം, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, അത് കംപ്ലീറ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നുണ്ട് എന്താണ്, കംപ്ലീഷൻ, അതായത് ആ പോർട്ട്ഫോളിയോ എന്തായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ അതിനൊരു ഒറിജിനാലിറ്റിയും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്ട്രെങ്ത് ഓഫ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് നോക്കാം. എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ? ലേണിംഗ് പ്രോഗ്രസ് ക്ലിയർലി ഷോൺ, അതായത് കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ് നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നു. ഓക്കെ, പിന്നെന്താ പറയണത്, ഫോക്കസ് ഓൺ സ്റ്റുഡൻസ് ബെസ്റ്റ് വർക്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പോർട്ട്ഫോളിയോ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് അല്ലേ, അതായത് കുട്ടികൾ ചെയ്യുന്ന അവരുടെ ബെസ്റ്റ് വർക്കിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഫോക്കസ് ഓൺ ദി സ്റ്റുഡൻസ് ബെസ്റ്റ് വർക്ക്. പിന്നെന്താണ്, സെൽഫ് അസസ്മെൻറ്റ് സ്കിൽസ് ആർ ഇൻക്രീസ്ഡ്. നമ്മൾ പറഞ്ഞു കുട്ടി എന്താണ്, അവർ ചെയ്യുന്ന വർക്ക് അവർ തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നു, ജഡ്ജ്മെൻറ്റ് നടത്തുന്നു. അതുകൊണ്ട് തന്നെ സെൽഫ് അസസ്മെൻറ്റ് സ്കിൽസ് അവരിൽ ഇൻക്രീസ് ചെയ്യുന്നു, അവരെ റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ കുട്ടികളെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആക്കി മാറ്റുന്നു. പിന്നെന്താണ്, പ്രൊവൈഡ്സ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, അതായത് ഓരോ സ്റ്റേജസിലും ഉണ്ടാകുന്ന കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും അടങ്ങിയിട്ടുള്ള ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് ഇൻഫ്ലുവൻസിങ് ഓൺ ലേണിംഗ്, അതായത് ലേണിംഗ് പ്രോസസ്സിൽ ഈ ഒരു അസസ്മെൻറ്റ് നടത്തുന്നത് എന്താണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ളത് നോക്കാം. എന്തൊക്കെയായിരിക്കും? ടൈം കൺസ്യൂമിങ്, അതായത് എന്താണ്, നമ്മളെന്താണ് ഓരോ കുട്ടികളും ചെയ്യുന്ന അവരുടെ ബെസ്റ്റ് വർക്കല്ലേ അസസ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ്, ബേർഡൻ ടു ഹാൻഡിൽ, ഓരോ കുട്ടികളും ചെയ്യുന്ന അവരുടെ വർക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. പിന്നെന്താണ്, സ്കോറിങ് ഈസ് ഡിഫിക്കൾട്ട്, നമുക്കിവിടെ സ്കോറിങ് നടത്താൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്താൻ കുറച്ച് എന്താണ് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ എന്തൊക്കെ പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ബെനിഫിറ്റ്, അതായത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പാരൻസിനും എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ് ബെനിഫിറ്റ് ആവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഗൈഡ് ലൈൻസ് പറഞ്ഞു ഇല്ലേ. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു, പിന്നെ സ്ട്രെങ്ത്തും അതിൻ്റെ വീക്ക്നെസ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു.